നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് പെരുവമ്പ് റോഡിലുള്ള CA ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഫ്രണ്ടിലാട്ടോ. ഇവിടെ എന്തിനാ അറിയോ വന്നിരിക്കുന്നത്? ഒരു സൈക്കിൾ കട പരിചയപ്പെടുത്തി തരാനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇപ്പോൾ ഈ സൈക്കിൾ കടയൊക്കെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അതിലൊരു പ്രത്യേകതയുണ്ട്, എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സൈക്കിൾ ഷോപ്പ്. ഈ സൈക്കിൾ ഷോപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. പുതിയ സൈക്കിളുകൾ മാത്രമല്ല, സെക്കൻഡ് ഹാൻഡ് സൈക്കിളുണ്ട്. അതായത് സാധാരണക്കാരായ ആൾക്കാർക്ക് അവരുടെ മക്കൾക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇവിടുത്തെ ഓരോ സൈക്കിളുകളും അത് ഫ്രഷ് കണ്ടീഷനിലാട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ ഓണറിനെ ഒന്ന് പരിചയപ്പെടണം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരൊന്ന് പറയുമോ? എൻ്റെ പേര് രാജേഷ് വട്ടാണ്. നമ്മുടെ ഷോപ്പിൻ്റെ ഒരു അഡ്രസ്സ് കറക്റ്റായിട്ട് ഒന്ന് പറഞ്ഞു. പാലക്കാട്ടിൽ നിന്ന് 9 കിലോമീറ്റർ, പെരുവമ്പ് ജംഗ്ഷൻ CA ഹൈസ്കൂളിന് നേരെ ഓപ്പോസിറ്റ്. CA ഹൈസ്കൂളിന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സൈക്കിളുകൾ കാണാം കേട്ടോ. നിറയെ കുട്ടികളുടെ തൊട്ടിട്ട് എല്ലാവിധ ആൾക്കാർക്കും പറ്റിയ സൈക്കിളുകളുണ്ട്. ഗിയർ സൈക്കിളുണ്ട്, ഏത് ടൈപ്പ് സൈക്കിൾ, സ്പോർട്സ് സൈക്കിൾ, അങ്ങനത്തെ എല്ലാ ടൈപ്പ് സൈക്കിളുകളും ഉണ്ട്. സോ അതിനെക്കുറിച്ചിട്ടാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏട്ടാ, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഏതൊക്കെ ടൈപ്പ് സൈക്കിളാണ്, അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ കൊടുക്കുന്നത് ആൾ ടൈപ്പ് സൈക്കിളുകൾ നമ്മളുടെ അടുത്തുണ്ട്. ഇന്നത്തെ കാലത്ത് പെട്രോളിൻ്റെ വിലയ്ക്കും ഒരു മക്കൾക്ക് അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുക്കാൻ, നല്ല വില കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും നല്ല രീതിയിൽ മികച്ച ഗുഡ് കണ്ടീഷനോട് കൂടിയുള്ള സൈക്കിളുകൾ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ 1500 രൂപ മുതൽ 3000 രൂപ വരയ്ക്കാണ് നമ്മുടെ പ്രൈസ്. അതിലും വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ഈ 1500 രൂപ മുതൽ 3000 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ മാക്സിമം എന്നെക്കൊണ്ട് മെയിൻ സാധനങ്ങൾ കംപ്ലീറ്റ് ഇടും. 2 ടയർ, 2 ട്യൂബ് പുതിയതിട്ട് തരും, ചെയിൻ, പ്രീവീല്, ബ്രേക്ക് ലിവർ, കേബിൾ, 4 ബ്രേക്ക് ഷൂ, സൈഡ് സ്റ്റാൻഡ്, പെഡൽ സെറ്റ്. ഇതിൽ നിർബന്ധമായിട്ടും ഫ്രണ്ട് വീല്, ബാക്ക് വീല്, സെൻറ്റർ ആക്സിൽ എല്ലാം അഴിച്ച് ബാൾ സെറ്റ് നല്ല ഗുഡ് കണ്ടീഷനോടുകൂടി പെയിൻറ്റിങ് ചെയ്ത് 1500 രൂപ മുതൽ 3000 രൂപ വരയ്ക്കും യൂസ്ഡ് സൈക്കിളുകൾ ഗുഡ് കണ്ടീഷനോടുകൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വരും, നമുക്ക് അതൊക്കെ നോക്കാം. അപ്പോൾ ഇനി ആ സൈക്കിളൊക്കെ ഒന്ന് നമുക്ക് കാണണ്ടേ? പുള്ളിക്കാരൻ പറഞ്ഞൊക്കെ ശരിയാണെന്നും കൂടി നമുക്ക് മനസ്സിലാക്കണം. ഈ സൈക്കിളുകളൊക്കെ കംപ്ലീറ്റ് ഇടും. റീസെറ്റിങ്, 2 ടയർ, ട്യൂബ്, ചെയിൻ, ബ്രേക്ക്, എല്ലാ സാധനങ്ങളും. ഇതൊക്കെ പുതിയ ടയർ ഇട്ടിട്ട് സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ്. പുതിയ ടയറും കാര്യങ്ങളൊക്കെ കൂടി മാനുഫാക്ചറിങ് പ്രോബ്ലം ആയിട്ട് വരുന്ന വണ്ടികൾ, നല്ല ഗുഡ് കണ്ടീഷനോട് കൂടിയുള്ള വണ്ടികൾ, മികച്ച നിലവാരത്തോടു കൂടി എല്ലാ മെറ്റീരിയൽസും പുതിയതിട്ട് നല്ല വൃത്തിയായിട്ട് പെയിൻറ്റിങ് കൂടി ചെയ്തിട്ട് 1500 രൂപ മുതൽ 3000 രൂപ വരെയും നമുക്ക് കൊടുക്കാൻ പറ്റും. ചെറിയ കുട്ടികളുടെ സൈക്കിളുകൾ 2 വയസ്സ് മുതൽ മൂത്തവർക്കുള്ള സൈക്കിളുകൾ വരയ്ക്കും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ്. എല്ലാ സൈക്കിളുകളും നിങ്ങൾ പറയുന്ന കളറിൽ, നിങ്ങൾ പറയുന്ന റേഞ്ചിൽ നമ്മളെ കൊണ്ട് സെറ്റ് ചെയ്ത് തരാനും കഴിയും. ഓക്കെ. 1500 മുതൽ നമുക്ക് സൈക്കിൾ സ്റ്റാർട്ടിംഗ് ആണ്. അതെ, 1500 രൂപ മുതൽ 3000 രൂപ വരയ്ക്കും ഗുഡ് കണ്ടീഷനോട് കൂടി ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇതിലിപ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റിയെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റും? ഇതിൽ 2 ടയർ, 2 ട്യൂബ് നമ്മൾ പുതിയതിട്ടിട്ടുണ്ട്. 2 ടയർ, 2 ട്യൂബ്. ഓക്കെ. ചെയിൻ, പ്രീവീൽ, സ്പോക്കറ്റ് സെറ്റോടെ മാറ്റി തരും. ഓക്കെ. ഇത് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. എല്ലാം മാറ്റും. ഇതിൽ 1500, 1700 വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ 1-2 ടയറുകളൊക്കെ ചിലപ്പോൾ നല്ല ഗുഡ് കണ്ടീഷനുള്ള ടയറുകളും വിലയ്ക്ക് അനുസരിച്ചുള്ളതാണ്. മാക്സിമം നല്ല രീതിക്ക് ചെയ്തു കൊടുക്കും. ലിവർ സെറ്റ്, ബ്രേക്ക് കേബിൾ, ഹാൻഡ് ബാർ, സീറ്റ്, ഇങ്ങനെ പല സാധനങ്ങളും. ഗുഡ് കണ്ടീഷനോട് കൂടി. പിന്നെ നിർബന്ധമായിട്ടും ഫ്രണ്ട് വീല്, ബാക്ക് വീല്, സെൻറ്റർ ആക്സിലൊക്കെ അഴിച്ച് ബാൾസ് ഇട്ടിട്ട് ഇവിടെ പണി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 1500 രൂപ തൊട്ട് 3000 രൂപ വരയ്ക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ശരി, ഇനി കേരളത്തിൽ പുറത്താണെങ്കിലും ശരി, നമ്മൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. ഡെലിവറി നിങ്ങൾ ചെയ്യുന്നുണ്ട്? ചെയ്തു തരും. അടിപൊളി കാര്യമാണ്. അതായത് നമ്മുടെ വീഡിയോ കാണുന്ന എവിടെ ഉള്ള ആൾക്കാരാണെങ്കിലും കേരളത്തിലും, ഇനിയിപ്പോ തമിഴ്നാടിന്റെ കുറച്ച് ഏരിയയിലാണെന്ന്, തമിഴ്നാട്ടിലും എവിടെയാണെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ. തമിഴ്നാട്. ഓക്കെ. അപ്പോൾ 2 സ്റ്റേറ്റ് ഫുള്ള് എവിടെയാണെന്നെങ്കിലും നിങ്ങൾക്ക് സൈക്കിൾ എത്തിച്ച് തരുന്നതാണ്. ഡെലിവറി ചെയ്യുന്ന സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ നിങ്ങളുടെയൊക്കെ നല്ല മനസ്സുകൊണ്ടും നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സുകളും അറിഞ്ഞ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറൊക്കെ കൊടുത്ത് ഒന്ന് സഹായിക്കുക. ഓക്കെ. ഇപ്പൊ നമ്മള് ഏറ്റവും ലോങ് എവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത്? നമ്മള് കർണാടക ഉണ്ട്, കർണാടക കൊടുത്തിട്ടുണ്ട്, പോയിട്ടുണ്ട്, ബാംഗ്ലൂർ, എല്ലാ അവിടേക്കും. അടിപൊളി. നമ്മളെ കൊണ്ട് ആകണ അത്രയും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ചെലവുമില്ല. മാക്സിമം 180 നിന്ന് 250, 270 ഉറുപ്പിന്റെ ഉള്ളില്, ചെറിയൊരു ബഡ്ജറ്റിനുള്ളില് നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കും. അതിലും നമ്മൾ ചിലപ്പോ ഒരു 300 രൂപന്റെ ഉള്ളിലെ പാർസൽ ചാർജ് വരാനേ ഉള്ളൂ. അതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് സൈക്കിളിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത്, ഇപ്പൊ ഞാൻ 1500 തൊട്ട് 3000 രൂപ പറയുമ്പോൾ ചിലപ്പോൾ 1500 മതി പറയുന്നവരുണ്ട്, 1800 മതി പറയുന്നുണ്ട്, 2500 മതി പറയുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ മക്കൾക്ക്
ഇപ്പം കാരണം ഇന്ന് സ്കൂളിലേക്ക് ട്യൂഷനിലേക്കൊക്കെ പോകണ മാതിരി പിള്ളേർക്ക് നല്ല ഗുഡ് കണ്ടീഷനോട് കൂടി വാങ്ങണം. ഒരു സൈക്കിൾ വാങ്ങി 10 ദിവസത്തിലേക്ക് ഒരിക്കൽ ടയർ പോയി, ചെയിൻ പോയി, ബ്രേക്ക് പോയി എന്നുള്ള ഒരു പരാതികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ ഏതൊരു അച്ഛനും അമ്മയും ആകട്ടെ ഇന്നൊക്കെ എല്ലാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു മുതലാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഒരു കഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങിയിട്ട് 10 ദിവസത്തിലേക്ക് ഒരിക്കൽ ടയർ, ചെയിൻ, ബ്രേക്ക് പോയി എന്നുള്ള പരാതികൾ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗുഡ് കണ്ടീഷനോട് കൂടി കംപ്ലീറ്റ് മെറ്റീരിയൽസും പുതിയത് ഇട്ടിട്ട് നല്ല മികച്ച ഗുഡ് കണ്ടീഷനോട് കൂടി വൃത്തിയായിട്ട് ചെയ്തിട്ട് പാർസൽ ചെയ്ത് എല്ലാവിടെയും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അതെ, അതായത് നമുക്ക് സാധാ സൈക്കിൾ ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു സൈക്കിൾ അവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് കംപ്ലീറ്റ് അഴിച്ച് ഫിറ്റാക്കി കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ്. അതായത് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. വാങ്ങുന്നത് 1500 രൂപയ്ക്കാണ് എന്നുണ്ടെങ്കിലും സാധാരണ സൈക്കിൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് പോലെ ആയിരിക്കില്ല. അതിന് കംപ്ലീറ്റ് ക്വാളിറ്റി ആയിരിക്കും, നല്ല ലൈഫ് ഉണ്ടാവുമെന്ന് അവർ ഗ്യാരണ്ടി തരുന്നുണ്ട്. കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാടും എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാമെന്നും പറയുന്നുണ്ട്. പിന്നെ ഏട്ടാ, പിന്നെ ഇതിൽ നമ്മളൊരു ഓർഡർ തരുമ്പോൾ വേറൊരു പ്രത്യേകത ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളൊരു സൈക്കിളിന്റെ ഫോട്ടോസ് കണ്ടു ഉടനെ ഈ നമ്മൾ വാങ്ങുന്നത് ഏത് രീതിയിലായിരിക്കും നമ്മളുടെ അടുത്ത് വരുന്നത്. ഒരു സൈക്കിൾ മാത്രം ഫോട്ടോസ് അയച്ച് വാട്സപ്പിലൂടെ പൈസ അയക്കാൻ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. ആദ്യം ആ സൈക്കിളിന്റെ 2 ഫോട്ടോസ് ഇട്ട് തരും. പ്രത്യേകിച്ച് ഓർഡറാണ് നമ്മൾ എടുത്ത് ചെയ്തു കൊടുക്കുന്നത്. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പോലെയും നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട പോലെയും ചെയ്തു കൊടുക്കുന്നതാണ് നമ്മുടെ ഒരു പ്രത്യേകത തന്നെ. അത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ടേസ്റ്റിൽ നിങ്ങൾ പറയുന്ന കളറിലും കൂടി ചെയ്തു തരും. ആ വർക്ക് കഴിയുമ്പോൾ അതിൻ്റെ ഫോട്ടോസ് ആദ്യം അയച്ചു തരും. അതിൽ ഞാൻ എന്തൊക്കെ പുതിയതിട്ടിട്ടുണ്ട്, നിർബന്ധമായിട്ടും മാക്സിമം മെയിൻ സാധനങ്ങൾ ഉറപ്പായിട്ടും പുതിയതിട്ട് തരും. അതിൽ ഒറിജിനലാണ് തോന്നിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും 100% ചെക്ക് ചെയ്ത് അതിന് വിട്ട ശേഷം ബാക്കി കംപ്ലീറ്റ് സാധനങ്ങളും പുതിയതിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിൻ്റെ ഫോട്ടോസ് ആദ്യം ഇട്ട് തരും. അതിൽ എന്തൊക്കെ ഞാൻ പുതിയതിട്ടിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു വീഡിയോസ് ഇട്ട് തരും. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഓട്ടി നോക്കണില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ലോങ്ങിൽ നിന്ന് ഒരു സൈക്കിൾ കൊടുക്കുമ്പോൾ ആ സാധനം നമ്മുടെ കയ്യിൽ വരുമ്പോൾ ചിലപ്പോൾ വീല് ബെൻഡാകാം ചാൻസസ്. ആദ്യം ഞങ്ങൾ ചെയ്തതുണ്ടാവുമോ, ചെയിൻ അഴിഞ്ഞു പോകുമോ, അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. കംപ്ലീറ്റഡും നല്ല പെർഫെക്റ്റായിട്ട് തൂക്കി അടിച്ച് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ, ചെയിൻ്റെ കണ്ടീഷൻ, ബ്രേക്കിൻ്റെ കണ്ടീഷൻ കംപ്ലീറ്റഡ് ചെക്ക് ചെയ്ത് ഒരു വീഡിയോസ് കൂടി നിങ്ങൾക്ക് അയച്ചു തന്നെ നിങ്ങൾ ഓക്കേന്ന് 100%ഉം രാജേഷ് പാക്ക് ചെയ്തോ എന്ന് പറഞ്ഞാൽ അതും എല്ലാം ലൈവായിട്ട് പാക്ക് ചെയ്ത് ബില്ല് പാർസൽ ഓഫീസിൽ പോയാലും നമ്മൾ കണ്ടെയ്നർ ബില്ല് അടിച്ചു തരുള്ളൂ. കൊറിയർ അങ്ങനെയുള്ള പ്രോബ്ലംസുകളൊന്നുമില്ല. കൊറിയറിൽ വരുമ്പോൾ ചിലപ്പോൾ ഒന്നും പറയാനില്ല, സേഫ് ആയിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് പൈസ അയക്കുമ്പോൾ അത് കിട്ടുമോ, ഇനി കൊറിയറിൽ വയ്ക്കുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ആകുമോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ. ഇത് കണ്ടെയ്നർ ബില്ലാണ് നമ്മൾ ചെയ്തു തരുന്നത്. അപ്പോൾ ഫുൾ സേഫോടെ അവർക്ക് സാധനം അവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, മികച്ച ഗുഡ് കണ്ടീഷനോട് കൂടി അതും ലൈവായിട്ടുള്ള ഡീലിംഗ് തന്നെ നമ്മൾ എല്ലാമേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സൈക്കിളിൻ്റെ ഒരു ഫോട്ടോസ് ഉണ്ട്, പൈസ തരൂ, അങ്ങനെയുള്ള പരിപാടിയേ ഇല്ല. ലൈവ് ഡീലിംഗ്. ഈ വാങ്ങണവർക്ക് ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിയാൽ മാക്സിമം എന്ത് കണ്ടീഷൻ ഉണ്ടോ ആ കണ്ടീഷനോട് കൂടി തന്നെ നമുക്ക് ലൈവായിട്ട് ചെയ്തു തരാൻ പറ്റും. പിന്നെ വേറൊരു ചെറിയൊരു പ്രത്യേകത കൂടിയും ചെയ്തു തരാൻ പറ്റും എന്നെക്കൊണ്ട്. ഭാവിയിൽ ഒരു സൈക്കിൾ എൻ്റെ അടുത്ത് വാങ്ങണവർക്ക് അത് ഇനിയിപ്പോൾ 100 രൂപ, 50 രൂപ, 200 രൂപേൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമയം വേസ്റ്റാക്കാനോ എൻ്റെ സമയം വേസ്റ്റാക്കാനോ ബുദ്ധിമുട്ടാണ്. അതിന് മേലെ 300, 400, 500 രൂപേൻ്റെ മെറ്റീരിയൽസ് എന്തെങ്കിലും പോയാൽ യൂസ്ഡ് സൈക്കിളിന് മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് സൈക്കിളുകൾ നമ്മൾ ഇറക്കണുണ്ട്. പുതിയ ഫ്രഷ് പീസ് സൈക്കിൾ ഉണ്ട്, ഫ്രഷ് പീസുകളെല്ലാം ഉണ്ട്. ഇതിനൊക്കെ ഒരു നട്ട് പോയാലും ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ പറയുമ്പോൾ ഒരു സർവീസ് ചെയ്ത് തരാൻ പറയുമ്പോൾ ഒരു ചെയിന് പോയി സർവീസ്, ഒരു ബ്രേക്ക് പോയി, ആകെ 50 രൂപേന്റെ ചെലവ് വരുവുള്ളൂ. പക്ഷെ സർവീസ് അവർ തരണല്ലോ പറഞ്ഞിട്ട് ഒരു 200 രൂപ ഓട്ടോ ചെലവാക്കി ഇതിന് ആ കടയിൽ കൊണ്ടുപോയി കൊടുത്ത് അതിനൊരു സർവീസ് പറഞ്ഞിട്ട് ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്ത് അതൊക്കെയാണ് സാമ്പത്തിക ചെയ്യുന്നത്. ഒരു നട്ട് പോയാലും ഇതിന് ഏത് പുതിയ സൈക്കിളിനും ഗ്യാരണ്ടി ഇല്ല. അത് ഞങ്ങൾ ഒരു 4 സൈക്കിൾ വേറെ കോയമ്പത്തൂരോ പൊള്ളാച്ചിയോ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ചെന്നൈയിലോ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കടയെടുത്തിട്ട് അതിനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് സെയിൽസ് ചെയ്യണ ആളല്ല നമ്മൾ മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് അത് നേരിട്ട് ആര് വന്നാലും നമ്മൾ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഡയറക്റ്റായിട്ട് ഫ്രെയിം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി മെറ്റീരിയൽസ് ഒക്കെ പാർട്സ് ആയിട്ട് വന്നിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിലേക്ക് അതിന് ഒന്നുകൂടി വൃത്തിയായിട്ട് മാറ്റി അതിന് കണ്ടീഷനോട് കൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഭാവിയിൽ യൂസ്ഡ് സൈക്കിളിന് മെറ്റീരിയൽസ് എന്തെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെ 50 രൂപ 100 രൂപേൻ്റെ ഉള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾ വിളിച്ചാൽ എനിക്ക് മെറ്റീരിയൽസ് അങ്ങോട്ട് അയക്കാനോ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാനോ നിൽക്കണ്ട. ഏതെങ്കിലും ഒരു കടയിൽ കൊടുത്ത് നേരാക്കിക്കോളും. 300, 400, 500 രൂപ ചിലവ് വരുന്ന എന്ത് സാധനമാണെങ്കിലും ശരി
എന്നാൽ കഴിയുന്നത് ഇന്നതെന്ന് പറയണില്ല, ഓക്കെ, എന്നാൽ കഴിയുന്നത് ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് TTDC മുഖേന പ്രൊഫഷണലോ പല കൊറിയർസുകളുണ്ട്, നമുക്ക് വീട്ടിലേക്ക് എത്തിച്ചു തരാൻ പറ്റും. ചെറിയ മെറ്റീരിയൽസുകളൊക്കെ ഹോം ഡെലിവറി ആയിട്ട് വീട്ടിലേക്ക് തന്നെ നമുക്ക് സ്പീഡായിട്ട് തന്നെ എത്തിച്ചു തരാൻ പറ്റും. അതിന് പകരം എൻ്റെ നമ്പർ 4 ആൾക്കാർക്കും നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് കൊടുത്ത് സഹായിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിനും കൂടുതൽ വിശ്വാസമായിട്ട് ഞാനൊന്നും ഇനി പറയേണ്ട കാര്യമില്ല. അപ്പോൾ പുള്ളിക്കാരൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ഷോപ്പ് ഡീലർ മാത്രമല്ല, സൈക്കിളിനെ കുറിച്ചിട്ടുള്ള എന്താ പറയുക എല്ലാ A to Z കാര്യങ്ങൾ അറിയുന്നതും ഈ സൈക്കിളുകളൊക്കെ വർക്ക് ചെയ്യുന്നതും ഒക്കെ പുള്ളിക്കാരൻ തന്നെയാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ക്വാളിറ്റിയിൽ യാതൊരുവിധ പേടിയും വേണ്ട എന്നാണ് പുള്ളിക്കാരൻ ഇതിൽ കൂടെ വ്യക്തമാക്കിയത്. പുതിയ സൈക്കിളുകളൊക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടൊന്നും പുതിയ സൈക്കിളുകളും അതേപോലെ തന്നെ 2 വയസ്സ് മുതൽ 5 വയസ്സ് 7 വയസ്സ് 9 വയസ്സ് 11 വയസ്സ് പിന്നെ അതിലും എല്ലാ ടൈപ്പും വരും. എല്ലാ ആൾ ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്കുള്ള സ്പോർട്സ് വണ്ടികൾ രാവിലെ ജോഗിങ്ങിനുള്ളത് എല്ലാം ഗുഡ് കണ്ടീഷനാണുള്ളത്. അതും എത്രത്തോളം റേറ്റ് കുറച്ച് തരാൻ പറ്റുമോ അത്രത്തോളം ഹോൾസെയിൽ രീതിയിലായിട്ടും നല്ലോണം റേറ്റ് നമുക്ക് കുറച്ച് തരാൻ പറ്റും. മറ്റുള്ള സൈക്കിൾ ഷോപ്പ് പോലെയല്ല, നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ പുതിയ സൈക്കിൾ ആകണത്. ഓക്കെ, എല്ലാ ആൾക്കാരുടെയും സഹകരണം വേണം. മറ്റുള്ളവരുടെ സൈക്കിൾ ഷോപ്പുകാരും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോകണം. നമ്മൾ അതിനെ കുറ്റപ്പെടുത്താൻ നിൽക്കണില്ല. എന്നാൽ കഴിയുന്ന രീതിക്ക് എനിക്ക് വരുന്ന റേറ്റിൽ നിന്ന് ഏകദേശം 100-200 ലാഭം വെച്ചിട്ട് ചെറിയൊരു മാർജിൻ വെച്ചിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റും. പുറകിൽ ആരാ നിൽക്കുന്നത്? ഒന്ന് പരിചയപ്പെടുത്തിക്കോ. എന്റെ വൈഫാണ്, പേര് രാജേശ്വരി. ഞങ്ങൾ രണ്ടാളും തന്നെ ഈ സൈക്കിൾ ഫീൽഡ് ചെയ്യുന്നതന്നെ. അയാളും സൈക്കിൾ വർക്കുകളൊക്കെ ചെയ്യും. സൈക്കിൾ വർക്കൊക്കെ ചെയ്യോ? നമ്മളെ കൊണ്ടാകുന്നതൊക്കെ എല്ലാ വർക്കുകളും ചെയ്ത് എന്നെ ഒപ്പത്തിനൊപ്പം നമ്മുടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ വൈഫ് തന്നെ. എല്ലാ രീതിയിലും ചേച്ചി ഈ ഫീൽഡിൽ തന്നെ ഏട്ടന്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ടുണ്ട്. ഫുൾ സപ്പോർട്ട്, ഫുൾ നേരം. എന്റെ മക്കളുണ്ട്. എനിക്ക് മൂത്ത ഒരു മോളുണ്ട്, 13 വയസ്സായി, പേര് മഹാലക്ഷ്മി. രണ്ടാമത്തത് ശരവണൻ, വയസ്സ് 8 വയസ്സായി. അവരും അവരെ കൊണ്ടാകുന്ന രീതിയിൽ ചെയ്തു തരും. അവരൊക്കെ ചെയ്ത് തരും. പിന്നെ എന്റെ അച്ഛനുണ്ട്, അനിയനുണ്ട്. സ്പെയർ പാർട്സുകൾ നമ്മൾ കൊടുക്കും. സ്പെയർ പാർട്സുകളും ഉണ്ട്. ഓക്കെ, സ്പെയർ പാർട്സ് കാര്യങ്ങൾ സൈക്കിളിന്റെ എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ ഏട്ടൻ്റെ പേര്? എൻ്റെ പേര് രാജേഷ്. രാജേഷ് ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. വാട്സപ്പ് നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. ഫുൾ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം അയച്ചു തരും. ബാക്കി കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞു. അപ്പോൾ വീഡിയോ കാണുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ അനുഗ്രഹങ്ങളും ആവശ്യമാണ്. ഓക്കെ.